എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു വൈറലായിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. സോഷ്യൽ മീഡിയയിലെല്ലാം തന്നെ വൈറലായിട്ടുള്ള ഇഫ ചിക്കൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ചിക്കൻ കഴിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്ത് നോക്കാൻ പറ്റിയൊരു അടിപൊളി റെസിപ്പി തന്നെയാണ് കേട്ടോ. അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. കൂടാതെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഞാൻ ഇതുപോലെ ഈ ഒരു പാത്രത്തിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ അളവിൽ തൈര് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഇനി 2.5 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം പൊടിച്ചതാണ് കേട്ടോ ഇത്. ഇനി ഇതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ അളവിൽ ഇതുപോലെ ചിക്കൻ മസാലയാണ്. 1/2 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയാണിത്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ അളവിൽ നാരങ്ങ നീരും ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇത് 1.5 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ. അതുപോലെ തന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം ഇനി ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തൊന്ന് മാറ്റി വെക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത്, ഞാനിപ്പോൾ ഇവിടെ 1 കിലോ ചിക്കൻ ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്. 1 കിലോ ചിക്കന് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴുകിയതിൻ്റെ വെള്ളമൊക്കെ തോർന്നിരിക്കുകയാണ്. ഇതുപോലെ 4 പീസായിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതുപോലെ ചിക്കൻ കഷ്ണങ്ങൾ എടുത്തിട്ട് നമ്മളൊരു ഫോർക്കോ വെള്ളം വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുത്തി ചെറിയ ചെറിയ ഹോൾസ് ആക്കി കൊടുക്കുക കേട്ടോ. ആ ഒരു മസാല നന്നായിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് ചിക്കൻ കഷ്ണങ്ങളെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ നമ്മൾ മസാല ഒന്നാക്കി കൊടുക്കുക. നന്നായിട്ട് ഇതുപോലെ മസാല ആക്കിയതിന് ശേഷം കുറഞ്ഞതൊരു 3-4 മണിക്കൂറെങ്കിലും നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ. ഓവർനൈറ്റ് ഒക്കെ വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. അപ്പോൾ അത്രയും സമയം ഇരിക്കുമ്പോഴത്തേക്കും ആ ഒരു മസാലയൊക്കെ ചിക്കനിലേക്ക് നല്ല പോലെ തന്നെ ഇറങ്ങും. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഇവിടെ ഒരു 4 മണിക്കൂറാണ് കേട്ടോ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നത്. അപ്പോൾ നമുക്കിതൊരു 4 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇനി ഈ ഒരു ഇഫ ചിക്കൻ റെഡിയാക്കാനായിട്ട് മെയിനായിട്ട് നമ്മളൊരു സോസ് റെഡിയാക്കാൻ വേണ്ടിയിട്ടുണ്ട്. അതിനായിട്ട് 2 കോഴിമുട്ട ഇതുപോലെ പുഴുങ്ങിയെടുത്തതിന് ശേഷം ആ ഒരു മഞ്ഞക്കരു മാറ്റിയിട്ട് വെള്ളം മാത്രം നമ്മൾ ഇതുപോലെ എടുക്കുക. അത് മിക്സിയുടെ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ഇനി 2 ടേബിൾ സ്പൂൺ അളവിൽ ഫ്രഷ് ക്രീമാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ 2 സ്ലൈസ്ഡ് ചീസും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 2 അല്ലി വെളുത്തുള്ളിയും 2 ടേബിൾ സ്പൂൺ അളവിൽ പാല് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും 1 ടീസ്പൂൺ അളവിൽ വിനാഗിരിയാണ് കേട്ടോ ഇത്. 3-4 ടേബിൾ സ്പൂൺ അളവിൽ ഇതിലേക്ക് ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കുക. ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ അത് തന്നെയാണ് കേട്ടോ ഏറ്റവും നല്ലത്. അതില്ലെങ്കിൽ മാത്രം നമുക്ക് സൺഫ്ലവർ ഓയിലൊക്കെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം ചേർത്ത് നല്ല പോലെ തന്നെ നമ്മൾ മിക്സിയിലൊന്ന് അടിച്ചിട്ട് എടുക്കുക. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇഫ ചിക്കൻ്റെ മെയിൻ ആയിട്ടുള്ള ഈ ഒരു സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു സോസ് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ചിക്കൻ ഇവിടെ ഒരു 4 മണിക്കൂറോളമായി റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇനി ഇതുപോലെ ഒരു പാനിലേക്ക് ഞാൻ ഇതുപോലെ കുറച്ച് ഒലിവ് ഓയിൽ തന്നെയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരം ബട്ടർ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഉപ്പില്ലാത്ത ബട്ടർ ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഓയിലൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും ഈ ഒരു ചിക്കൻ കഷ്ണങ്ങളെല്ലാം തന്നെ ഇതിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആദ്യം 1 മിനിറ്റോളം ഒരു മീഡിയം ഫ്ലെയിമിൽ നിന്ന് കുക്ക് ചെയ്യുക. അതിനുശേഷം തീ നല്ല പോലെ തന്നെ കുറച്ച് വെച്ച് കൊടുത്തിട്ട് വേണം കേട്ടോ നമ്മളിത് കുക്ക് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇത്രയും വലിയ ചിക്കൻ ആയതുകൊണ്ട് തന്നെ ഉൾവശമൊക്കെ നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടണം. അപ്പോൾ ഇതുപോലെ അടച്ചു വെച്ച് കൊടുത്തിട്ട് ചിക്കൻ നന്നായിട്ട് നമുക്കൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആയി വരുമ്പോഴത്തേക്കും ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. വീണ്ടും അടച്ചു വെച്ച് കൊടുത്ത് ആ ഒരു സൈഡ് നല്ല പോലെ തന്നെ ഫ്രൈ ആയി. അതുപോലെ തന്നെ ചിക്കൻ മുഴുവനായിട്ട് നന്നായിട്ട് വെന്തതിന് ശേഷം മാത്രമേ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാവുള്ളൂ. പെട്ടെന്ന് നമ്മളിതങ്ങ് ഫ്രൈ ആക്കിയിട്ട് എടുക്കരുത്. കാരണം ചിക്കൻ്റെ ഉള്ളിൽ ഒട്ടും വെന്ത് കിട്ടില്ല. അപ്പം തീ നല്ല പോലെ തന്നെ കുറച്ച് വെച്ച് കൊടുത്തിട്ട് കുറച്ച് സമയം എടുത്ത് നമ്മൾ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് നല്ല പോലെ തന്നെ നമ്മളിതൊന്ന് വേവിച്ചിട്ട് എടുക്കുക. അപ്പോൾ ഇതിപ്പോൾ കണ്ടില്ലേ, ചിക്കൻ നന്നായിട്ട് ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ മുഴുവനായിട്ടും ഇത് ചിക്കൻ നല്ല പോലെ തന്നെ വെന്തും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സ്റ്റിക്ക് വെച്ച് ഇങ്ങനെ കുത്തി നോക്കുമ്പോഴത്തേക്കും ഈസി ആയിട്ട് അതങ്ങ് ഇറങ്ങിപ്പോകുന്നുണ്ട്. അപ്പോൾ ചിക്കൻ നല്ല പോലെ തന്നെ ഇവിടെ കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു സോസ് ഇല്ല, ഇതുപോലെ ഒരു 1-2 ടേബിൾ സ്പൂണോളം ഇതുപോലെ ഫുള്ളായിട്ട് നമ്മളൊന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇതുപോലെ നന്നായിട്ട് നമ്മളൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ കുറച്ച് മല്ലിയിലയും കൂടെ ഒക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതുപോലെ വീണ്ടും അടച്ചു വെച്ച് കൊടുത്തിട്ട് 1 മിനിറ്റും കൂടി നമ്മളൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മാത്രം മതി. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഇഫ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ചിക്കനും സോസും കൂടി കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. നമുക്കിത് ചപ്പാത്തിയും അപ്പവും പൊറോട്ടയും അതുപോലെ തന്നെ റുമാലി റൊട്ടിയും കുബൂസിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയൊരു
അടിപൊളി ഐറ്റം തന്നെയാണ്. ഈ ഒരു ചിക്കന്റെ മുകളിലും ആ ഒരു സോസ് ഉണ്ട്. അതുപോലെ തന്നെ ചിക്കൻ ഓരോന്നും ഇങ്ങനെ ഒരു പീസ് എടുത്തിട്ട് ആ ഒരു സോസിൽ മുക്കി കഴിക്കാനും അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് വന്ന് അറിയിക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന ഒരു സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാ വീണ്ടും നമുക്ക് ഇതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.